ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോ ബ്രാൻഡിൻ്റെ ഒരു ഗ്ലൂക്കോമീറ്റർ മെഷീനാണ്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് ഡെയിലി മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ തന്നെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ക്യാരിയിങ് കേസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ബോക്സ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ മെഷീൻ. ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 50 പീസ് ഗ്ലൂക്കോസ് സ്ട്രിപ്സ് കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ട്രിപ്സിൽ ഈ ആരമുള്ള ഭാഗം ഗ്ലൂക്കോമീറ്റർ മെഷീൻ്റെ അകത്തേക്ക് പോകും. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ 50 പീസ് ലാൻസെറ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് നീഡിൽസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് ലാൻസിങ് ഡിവൈസ്. ഈ ഡിവൈസ് ഈ കാണുന്നത് പോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ മുകളിലെ ക്യാപ്പ് മാറ്റി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളിതാ ഈ കാണുന്ന പോലെ ഈ ലാൻസെറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ കാണുന്ന ഈ ക്യാപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ലാൻസിങ് ഡിവൈസിൻ്റെ ക്യാപ്പ് വെച്ച് അത് ക്ലോസ് ചെയ്യണം. ഇനി അടുത്തതായിട്ട് ആ നീഡിൽ എത്രത്തോളം അകത്തേക്ക് പോകണം എന്നുള്ള ലെവൽസ് നമുക്ക് ഈ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 1, 1.5, 2 അങ്ങനെ പറഞ്ഞ് 5 വരെ 9 പ്രഷർ പോയിൻറ്റ്സ് ഇതിനുണ്ട്. ഇനി ഗ്ലൂക്കോമീറ്ററിൽ കാണുന്ന എസ് ആൻഡ് എം ബട്ടൺ ഒരുമിച്ച് അമർത്തി നമുക്ക് ഡേറ്റും ടൈമൊക്കെ സെറ്റ് ചെയ്ത് ആ സ്ട്രിപ്പ് ഇതേപോലെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സിലെ നമ്പറും ഗ്ലൂക്കോമീറ്ററിൽ കാണിക്കുന്ന നമ്പറും സെയിം ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ലാൻസിങ് ഡിവൈസിൻ്റെ സൈഡിൽ കാണുന്ന മഞ്ഞ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടും. ഈ സ്ട്രിപ്സ് ബ്ലഡ് സാമ്പിളിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 5 സെക്കൻഡ്സിൽ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ 3, 2, 1 അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീനിൽ കാണിക്കും. അതിനുശേഷം നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ എത്രയാണോ അതറിയാനായിട്ട് പറ്റും. ഈ മെഷീനിലാണെങ്കിൽ 180 മെമ്മറീസ് വരെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഈ ലാൻസിങ് ഡിവൈസിൽ നിന്ന് ഈ നീഡിൽ ഇതുപോലെ പുറത്തേക്ക് കളയണം. അപ്പോൾ ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാം.